BJP പ്രവർത്തകൻ സൂരജ് വധക്കേസിൽ 9 പ്രതികളും കുറ്റക്കാർ. 10ാം പ്രതിയായ നാഗത്താൻകോട്ട പ്രകാശിനെ വെറുതെ വിട്ടു. വിവരങ്ങളുമായി അർജുൻ കല്യാട് നമുക്കൊപ്പം ചേരുകയാണ്. അർജുൻ കല്യാട്, TK രജീഷ് ഉൾപ്പെടെ 12 CPIM പ്രവർത്തകർ പ്രതികളായ കേസാണ്. രാഷ്ട്രീയ വൈരാഗ്യം മൂലം സൂരജിനെ ബോംബെറിഞ്ഞ് വീഴ്ത്തി വെട്ടിക്കൊലപ്പെടുത്തി എന്ന കണ്ണൂർ മുഴപ്പിലങ്ങാട് BJP പ്രവർത്തകൻ എളമ്പിലായി സൂരജിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ ശിക്ഷാവിധി എങ്ങനെ? മുഴപ്പിലങ്ങാടുള്ള BJP പ്രവർത്തകനായ എളമ്പിലായി സൂരജിനെ രാഷ്ട്രീയ വിരോധത്തിൽ കൊലപ്പെടുത്തിയ കേസിലാണ് ഇപ്പോൾ തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. ഈ കേസിൽ 9 പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. 10ാം പ്രതിയായിട്ടുള്ള നാഗത്താൻകോട്ട പ്രകാശനാണ് ഇപ്പോൾ കോടതി കുറ്റക്കാരനല്ല, അല്ലെങ്കിൽ ഇയാളെ വെറുതെ വിട്ടത്. മറ്റുള്ള 9 പ്രതികളെയും കോടതി കുറ്റക്കാരാണെന്ന് വിധിച്ചിരിക്കുകയാണ്. ഈ കേസിൽ CPM പ്രവർത്തകരായിട്ടുള്ള 12 പേരാണ് ഉണ്ടായിരുന്നത്. അത് 2 പേർ ഈ വിചാരണ നടക്കുന്ന വേളയിൽ തന്നെ മരണപ്പെട്ടിരുന്നു. 1ാം പ്രതിയും അതുപോലെ തന്നെ 12ാം പ്രതിയും ആണ് ഈ വിചാരണ നടക്കുന്ന വേളയിൽ മരണപ്പെട്ടത്. അത് കഴിഞ്ഞ് ബാക്കിയുള്ള 9 പേരെയാണ് ഇപ്പോൾ കോടതി കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. CPM പ്രവർത്തകരായിട്ടുള്ള പത്തായക്കുന്ന് കാരായിന്റെ വീട് ഹൗസിൽ TK രജീഷ്, കാവുംപാവും പുതിയടത്ത് ഹൗസിൽ NV യോഗേഷ്, എരഞ്ഞോളി അരങ്ങേറ്റുപറമ്പ് കണ്ടിൻ ഹൗസിൽ K ഷംജിത്ത്, കൂത്തുപറമ്പ് നരവൂരിലെ PM മനോരാജ്, മുഴപ്പിലങ്ങാട് വാണിയന്റെ വളപ്പിൽ നെയ്യോത്ത് സജീവൻ, പണിക്കന്റെ വിട ഹൗസിൽ പ്രഭാകരൻ, പുതുശ്ശേരി ഹൗസിൽ KV പത്മനാഭൻ, മനോമ്പേത്ത് രാധാകൃഷ്ണൻ, എടക്കാട് കണ്ണവത്തിൻമൂല നാഗത്താൻകോട്ട പ്രകാശൻ. ആ പ്രകാശനെ വെറുതെ വിടുകയായിരുന്നു. പുതിയപുരിയിൽ പ്രദീപൻ എന്നിവരെയാണ് ഇപ്പോൾ കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ 10ാം പ്രതിയായിട്ടുള്ള നാഗത്താൻകോട്ട പ്രകാശനെയാണ് വെറുതെ വിട്ടിരിക്കുന്നത്. ഈ കേസിൽ പ്രതികളായവർ TK രജീഷ്, TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ഉൾപ്പെടെ പ്രതിയായിട്ടുള്ള TK രജീഷ് ഈ കേസിലും പ്രതിയാണ്. ഇദ്ദേഹത്തിന്റെ കുറ്റസമ്മത മൊഴി പ്രകാരമാണ് പിന്നീട് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള PM മനോജിന്റെ സഹോദരൻ മനോരാജിനെ ഈ കേസിൽ പ്രതിയാക്കി ഉൾപ്പെടുത്തിയിരുന്നത്. ഇവരുൾപ്പെടെ കുറ്റക്കാരാണെന്നാണ് കോടതി വിധിച്ചിരിക്കുന്നത്. ഈ കേസിന്റെ ഭാഗമായി, അതായത് പ്രോസിക്യൂഷൻ ഉൾപ്പെടെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഉൾപ്പെടെ നിയമിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സൂരജിന്റെ അമ്മ സതി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അങ്ങനെയാണ് ഈ കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നത്. പ്രോസിക്യൂഷന് വേണ്ടി പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പ്രേമരാജനും പ്രതിഭാഗത്തിനു വേണ്ടി അഡ്വക്കേറ്റ് CK ശ്രീധരനും അഡ്വക്കേറ്റ് NR ഷാനവാസുമാണ് ഹാജരായിരുന്നത്. ഏറ്റവും പ്രധാനമായി 2005 ഓഗസ്റ്റ് 7 രാവിലെയാണ് ഓട്ടോയിലെത്തിയ സംഘം മുഴപ്പിലങ്ങാട് ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുന്നിൽ വെച്ച് സൂരജിനെ വെട്ടിക്കൊലപ്പെടുത്തുന്നത്. സംഭവത്തിന് 6 മാസം മുൻപാണ് സൂരജിനെ വധിക്കാൻ ഒരു ശ്രമം മുൻപ് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നത്. അന്ന് ഇരുകാലിനും വെട്ടേറ്റ് 6 മാസം ഈ സൂരജ് കിടപ്പിലാവുകയും ചെയ്തിരുന്നു. സൂരജ് ആദ്യം CPMന്റെ പ്രവർത്തനമായിരുന്നുവെങ്കിൽ കൂടി ഈ സംഭവം നടക്കുന്നതിന് 9 മാസം മുൻപാണ് സൂരജ് ഈ കേസ് നടക്കുമ്പോൾ 2005 സംഭവം. CPIMൽ നിന്ന് BJPയിലേക്ക് പോയതിന്റെ, BJPയിൽ ചേർന്നതിന്റെ വിരോധത്തിൽ ബോംബെറിഞ്ഞു വീഴ്ത്തിയതിനു ശേഷം വെട്ടിക്കൊലപ്പെടുത്തി, അങ്ങനെയല്ലേ കേസ്? 2005 ഓഗസ്റ്റ് 7 ഈ കൊലപാതകം നടക്കുന്നത്. അതിന്റെ 9 മാസം മുൻപാണ് ഈ സൂരജ് CPMൽ നിന്നും BJPയിലേക്ക് മാറുന്നത്. ആ വിരോധം കൊണ്ടാണ് ഇങ്ങനെയൊരു കൊലപാതകം നടത്തിയത് എന്നുള്ളതാണ് ഈ കേസിന്റെ ഭാഗമായി, ഇതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തിയത്. രാഷ്ട്രീയ വിരോധത്തിലാണ് ഈ കേസ്, അങ്ങനെയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് തന്നെയാണ് ഈ കേസിന്റെ ഭാഗമായി കണ്ടെത്തുകയും ചെയ്തത്. 2005 ഓഗസ്റ്റ് 7 ഈ സംഭവം നടക്കുന്നത്. ഓട്ടോയിലെത്തിയിട്ടുള്ള സംഘം മുഴപ്പിലങ്ങാട് ടെലിഫോൺ എക്സ്ചേഞ്ചിന് സമീപത്ത് വെച്ച് സൂരജിനെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. സംഭവത്തിന് 6 മാസം മുമ്പും സമാനമായ രീതിയിലുള്ള ഒരു കൊലപാതക ശ്രമം സൂരജിന് നേരെ ഉണ്ടായിരുന്നു. അന്ന് ഇരുകാലിനും വെട്ടേറ്റ് ഏകദേശം 6 മാസത്തോളം തന്നെ സൂരജ് കിടപ്പിലായിരുന്നു. അതിനുശേഷമാണ് ഈ 2005 ഓഗസ്റ്റ് 7 ഇങ്ങനെ ഒരു കൊലപാതകം നടന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി 2 പേർ, അതായത് ഒന്ന് TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതിയായിട്ടുള്ള TK രജീഷിന്റെ കുറ്റസമ്മത മൊഴി, അതാണ് പിന്നീട് ഈ TK രജീഷിനെയും മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള PM മനോജിന്റെ സഹോദരനായിട്ടുള്ള മനോരാജ് നാരായണനെയും ഈ കേസിൽ പ്രതിയാക്കിയത്. അതിനു മുൻപ് ഇവർ 2 പേരും പ്രതിയായിരുന്നില്ല. TK രജീഷിന്റെ കുറ്റസമ്മത മൊഴി പ്രകാരമാണ് ഇവരെ 2 പേരെയും ഈ കേസിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയത്. അവർ ഉൾപ്പെടെ കുറ്റക്കാരാണ് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. പോലീസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി 28 സാക്ഷികളെ വിസ്തരിച്ചിരുന്നു. 51 രേഖകൾ കോടതിയിൽ ഹാജരാക്കി. കൊലപാതകം, ഗൂഢാലോചന എന്നീ കുറ്റങ്ങളും ചുമത്തിയിരുന്നു. 12 പേർക്കെതിരെയാണ്, 12 CPMന്റെ സജീവ പ്രവർത്തകർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. അതിൽ 2 പേർ ഈ
സംഭവത്തിന് ശേഷം, അതായത് ഈ കൊലപാതകത്തിന് ശേഷം ഈ കേസിന്റെ തുടർ നടപടികളും വിചാരണയും നടക്കുന്നതിനിടയിൽ തന്നെ മരണപ്പെട്ടിരുന്നു. തുടക്കത്തിൽ 10 പേർക്കെതിരെയായിരുന്നു കേസ് എങ്കിൽ കൂടി പിന്നീട് TP ചന്ദ്രശേഖരൻ കൊലക്കേസ് പ്രതി TK രജീഷ് നൽകിയിട്ടുള്ള കുറ്റസമ്മത മൊഴി പ്രകാരമാണ് 2 പേരെ, നേരത്തെ നമ്മൾ പറഞ്ഞ രജീഷിനെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജിന്റെ സഹോദരൻ മനോജ് നാരായണനെയും ഈ കേസിന്റെ ഭാഗമായി ഉൾപ്പെടുത്തുകയും ചെയ്തത്. 2010 കേസ് വിചാരണയ്ക്ക് പരിഗണിച്ചെങ്കിലും അന്ന് സാക്ഷി വിസ്താരം തുടങ്ങിയിരുന്നില്ല. പിന്നീട് ഇതിന്റെ നിയമപരമായിട്ടുള്ള നടപടികളെല്ലാം പൂർത്തിയാക്കി ഇപ്പോൾ കേസിൽ വിധി പറഞ്ഞിരിക്കുകയാണ്. തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി ആണ് ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത്. ജഡ്ജി KT നിസാർ അഹമ്മദാണ് ഈ കേസിൽ വിധി പറഞ്ഞിരിക്കുന്നത്. സുജിയ.